എസ്.ബി. കോളേജ് ഓഫ് നഴ്സിംഗ്, ഹീന കോളേജ് ഓഫ് നഴ്സിംഗ്, സെഞ്ചുറി കോളേജ് ഓഫ് നഴ്സിംഗ്, കൂടാതെ ഇവർ ഉടായ്പകൾ നടത്തുന്ന ഡോക്ടർ എൻ.ബി. കോളേജ് ഓഫ് നഴ്സിംഗ് ആ ചിത്രദുർഗയിലാണ്. ഇതിന്റെയൊക്കെ വാർത്തയാണ് നേരത്തെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് വ്യാജ നഴ്സിംഗ് പഠനം തുടരുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നു. അത് BSc-ക്കും ജനറൽ നഴ്സിംഗിനും ഈ കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെയും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും വിവിധ ഗൈഡ് ലൈൻ സർക്കുലർ പ്രകാരം വ്യാജ നഴ്സിംഗ് പഠനം തെളിഞ്ഞു വന്നാൽ ഈ കോളേജിന്റെ എല്ലാ കോഴ്സിന്റെ അഫിലിയേഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് എസ്.ബി. കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പോസ്റ്റ് BSc-ക്കും MSc-ക്കും 2024-25 അധ്യയന വർഷം അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ലിസ്റ്റ് കണ്ടോ? അത് കണ്ടല്ലോ. ഇനിയും ഹീന കോളേജ് ഓഫ് നഴ്സിംഗിലെ ഈ പോസ്റ്റ് BSc MSc നഴ്സിംഗ് കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കണ്ടോ? ഇനി അടുത്ത് സെഞ്ചുറി കോളേജിൽ അഡ്മിഷൻ എടുത്ത് പോസ്റ്റ് BSc-ക്കും MSc അഡ്മിഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സഹപാഠികളാണിവർ. ഇവർ ക്യാമ്പസിലുണ്ടോ ഹോസ്റ്റലിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. എന്നിട്ട് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശപ്രകാരം പണ്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു. പോസ്റ്റ് BSc MSc ഈസ് നോട്ട് എ കറസ്പോണ്ടൻസ് ആയിട്ട് ഇത് പഠിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ആരെങ്കിലും കണ്ടാൽ എത്രയും വേഗം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ രജിസ്ട്രാറെ വിവരം അറിയിക്കുക. വിവരം അറിയിച്ചാൽ നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളൊരു ആധാർ കാർഡ് കോളേജിൽ കൊടുത്തല്ലോ അഡ്മിഷൻ സമയത്ത്. ഈ കുട്ടികളുടെ ആധാർ കാർഡിന്റെ വിവരങ്ങൾ കോളേജിൽ നിന്ന് വാങ്ങി പരിശോധിക്കുക. ഒപ്പം ഓൺലൈൻ അഡ്മിഷൻ സ്റ്റേറ്റ്മെന്റും ചോദിക്കുക. ഇവിടുത്തെ പ്രിൻസിപ്പാളിനെ നിങ്ങൾ ബഹുമാനത്തോടെയല്ലേ കാണുന്നത്. പക്ഷെ അവർ ഏറ്റവും കാണിക്കുന്ന ഉടായ്പ് ഈ കുട്ടികളെ കൊണ്ട് ഒരുപാട് നിരവധി വ്യാജമായ രേഖകൾ, ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നു, അറ്റൻഡൻസ് ഉണ്ട്, ക്ലിനിക്കൽ ഉണ്ട്, അസൈൻമെന്റ് തയ്യാറാക്കി എന്നൊക്കെയുള്ള അനവധി വ്യാജമായ രേഖകളാണ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ സമർപ്പിച്ച് ഇവർക്ക് വോൾ ടിക്കറ്റ് സംഘടിപ്പിക്കുന്നത്. അതും പരിശോധിക്കണം. ഇവരുടെ എല്ലാവരും കൊടുത്തിരുന്ന ഒരു ഫോട്ടോയും കൂടെ എനിക്ക് അയച്ചതാ. എന്നിട്ട് ഞാൻ പറയുന്നത് തെറ്റിദ്ധാരണ പരത്തുന്ന വ്യാജ വാർത്തയാണെങ്കിൽ ഈ 3 കോളേജുകളിലും BSc-ക്കും ജനറൽ നഴ്സിംഗും പഠിക്കുന്ന എല്ലാ കുട്ടികളും അവർ രക്ഷിതാക്കളും മുമ്പോട്ട് വന്ന് എന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു.